ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് തേക്കടിയിൽ ധാരാളം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻസ് ഉണ്ട് സ്റ്റേ ചെയ്യാനായിട്ട്. അതായത് നിങ്ങളിപ്പോൾ വരുമ്പോൾ വലിയ വലിയ ഹോം സ്റ്റേസിലോ റിസോർട്ടിലോ റൂംസ് ബുക്ക് ചെയ്യാതെയാണ് വരാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റൂംസ്, അതായത് ഇവിടെ വേറെ ഫുഡും കാര്യങ്ങളൊന്നുമില്ല, റൂംസ് മാത്രമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അങ്ങനത്തെ ഒന്ന് രണ്ടെണ്ണമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മളതിൽ ഒരെണ്ണം സ്റ്റേ ചെയ്യായിരുന്നു. അപ്പോൾ ആ ഇൻഫർമേഷൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പാസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ ഷെയർ ചെയ്യുക. തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ബോർഡ് ഇതിൻ്റെ പെരിയാർ ഫ്രൂട്ട്സ് ആൻഡ് ടോയ്സ് ഡ്രൈ ഫ്രൂട്ട്സ് എന്നൊക്കെയാണ് കേട്ടോ. പക്ഷേ കൈലാസ് ഹോം സ്റ്റേ എന്ന് പറഞ്ഞ് താഴെ വെച്ചിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള നെയിം ബോർഡ്. ഇവിടെ ഇതാണ് ഒറ്റ മുറി. ഇതിൻ്റെ പുറകിൽ ഒരു മുറി കൂടെ ഉണ്ട്. അപ്പോൾ അതിന് കുറച്ചുകൂടെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് 1600 ആയിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ അതെ, ഇതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന മുറി. ആക്ച്വലി ഇവിടെ 2 മുറികളേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വ്യൂ ഒന്നുമില്ല, പക്ഷേ ഒരു ലക്ഷറിയസ്, ഒരു പ്രീമിയം ഫീൽ കിട്ടുന്ന ഒരു മുറിയാണ്. എന്താ കൊള്ളാം. നല്ലൊരു ഡ്രസ്സിങ് മിററുണ്ട്, ഡ്രസ്സിങ് ടേബിളൊക്കെ വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. വാഷ്റൂം നോക്കട്ടെ. വാ, ഹീറ്ററൊക്കെ ഉണ്ട്, അടിപൊളി, നല്ല സ്പേസ് ഉള്ളൊരു വാഷ്റൂമാണ്. ഇത് അധികം നാളായിട്ടില്ല, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പുതിയ റൂംസ് ആണെന്ന് പറഞ്ഞു കേട്ടോ. എനിക്കൊന്ന് ഇതിൻ്റെ പേര് കൈലാസ് ഹോം സ്റ്റേ ആണെന്ന് തോന്നുന്നു. പേര് ഹോം സ്റ്റേ എന്നാണ് പേര്. ആക്ച്വലി നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നടന്നു പോകാനുള്ള ദൂരത്തിലാണ് നമ്മുടെ ബോട്ടിംഗ് പോയിൻ്റ്, തേക്കടി ബോട്ടിംഗ് പോയിൻ്റൊക്കെ കേട്ടോ. പിന്നെ ധാരാളം റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട് ഇവിടെ. ജസ്റ്റ് നമുക്ക് റൂം മാത്രമേ ഉള്ളൂ, ഫുഡൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ 2-3 റെസ്റ്റോറൻറ്റുകളുണ്ട് അങ്ങോട്ട്. ഇതിനടുത്ത് തന്നെ ഇഷ്ടംപോലെ 3 സ്റ്റാർ 2 സ്റ്റാർ ഹോട്ടലുകളും റിസോർട്ടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്രയും റേറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് എന്നാലൊരു നല്ല അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി റൂമൊക്കെ എടുത്ത് ഹോം സ്റ്റേയിൽ സ്റ്റേ ചെയ്യണം. അതുപോലെ തന്നെ ബോട്ടിംഗ് പോയിൻറ്റിൽ നിന്ന് അധികം ദൂരമല്ലാത്ത സ്ഥലത്ത് സ്റ്റേ ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്ക് തേക്കടിയിൽ ഈ ഒരു സ്റ്റേ എടുക്കാം കേട്ടോ. ഇതും നമ്മുടെ പെരിയാർ മറ്റൊരു ഓപ്ഷനാണ് കേട്ടോ. കേരള ഹോംസ്. ആക്ച്വലി ഇവിടെ ഞങ്ങളുടെ റിലേറ്റീവ്സ് റൂംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി അവർ ഫുള്ളായിട്ടാണ് ഇന്നത്തേക്ക് എടുത്തത്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ കേരള ഹൗസിലെ ജസ്റ്റ് ഒരു മുറി ഒന്ന് തുറന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ വിളിച്ചു നോക്കാം. ഏറ്റവും മുകളിൽ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ റൂം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കർട്ടനൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ അതൊക്കെ നല്ല ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ അവിടെയൊക്കെ ഇടയ്ക്ക് കാട്ടുപോത്തും മാനൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് ബോട്ടിങ്ങിന് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. ബോട്ടിങ്ങിന് പോകുമ്പോൾ എപ്പോഴും നമുക്ക് ആനിമൽസിനെ കാണാൻ പറ്റണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അത് ഓരോ ടൈം പോലെ ഇരിക്കും, ലക്ക്. ഓക്കെ, ഒരു ബാൽക്കണി ഉണ്ട്, കുഴപ്പമില്ല. വളരെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷനാണ് കേട്ടോ. അതും ബോട്ടിംഗ് ആൻഡ് പോയിൻറ്റിൻ്റെ തൊട്ടടുത്ത്. ഞങ്ങൾ ഇതേ ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുമ്പിലുള്ളതാണ് എടുത്തത്. അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാലുണ്ട് അതിൻ്റെ ഫ്രണ്ടിലുള്ളത്. അതിനും കുഴപ്പമില്ല. ഇവിടെ ടി വി ഒന്നുമില്ല, അതൊക്കെയുള്ളൂ വ്യത്യാസം. അപ്പോൾ അതിൻ്റെ റേറ്റ് കുറവാണ്. എനിക്കൊന്ന് 2000 താഴെയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഫുഡില്ല, കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഹാങ്ങറൊക്കെ ഉണ്ടല്ലോ, ഫാനുണ്ട്. വാഷ്റൂം നോക്കണം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ വാഷ്റൂം. കുഴപ്പമില്ല, സോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടവലൊന്നും ഇല്ല കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. വേണമെങ്കിൽ എക്സ്ട്രാ ബെഡൊക്കെ ഇടാം. ഇവിടെ ഞങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് എടുത്തിരിക്കുക. അപ്പം അവർ ഈ ഒരു 6 മുറി മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാ മുറി ഇത്രയും വലുപ്പമാണെന്ന് തോന്നുന്നു. അപ്പം ജസ്റ്റ് നമ്മൾ ഒരു മുറി കയറി ഒന്ന് കണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് തൊട്ടടുത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ പോയി ഫുഡ് കഴിക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തുള്ള ഇതൊക്കെ അവരുടെ റിലേറ്റീവ്സിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ബാൽക്കണിയൊക്കെ ഉണ്ട്. അപ്പം നമുക്കിവിടെ വേണമെങ്കിൽ വൈകിട്ടൊക്കെ വന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞു. സമയം 5:30 ഇതുവരെയും. നമ്മുടെ ഭാഗ്യം എന്ന് പറയാം, ഒരു മൃഗത്തെ പോലും കണ്ടില്ല കേട്ടോ. സാധാരണ ഇവിടെ കാട്ടുപോത്തും മാനും ഒക്കെ വരുന്നതാണെന്ന് പറഞ്ഞു വൈകിട്ട്. അതേപോലെ രാവിലെയും വരുമെന്ന് പറഞ്ഞു കേട്ടോ.
എന്തായാലും നമുക്ക് വൈകിട്ട് ഒന്നും കിട്ടിയില്ല, രാവിലെ കൂടെ വന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾക്ക് തേക്കടിയിൽ വന്നിട്ട് ബോട്ടിങ്ങിനും അതേപോലെ സൈറ്റ് സീയിങ്ങിനും ഒക്കെ ആണ് മെയിൻ ഉദ്ദേശം. പക്ഷേ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു സ്റ്റേ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതെടുക്കാം കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. റോഡ് സൈഡിൽ തന്നെയാണ്. ഇത് കണ്ടോ, അവിടെ തന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ കിടലും റെസ്റ്റോറൻറ്റ് കേട്ടോ. അവിടെ കുരങ്ങന്മാരൊക്കെ പോകും. അപ്പോൾ ഇതിന് 1800 നമുക്ക് ആയത് കേട്ടോ. ചിലപ്പോൾ സീസൺ അനുസരിച്ച് മാറുമായിരിക്കും. എന്നാലിപ്പോൾ തിരക്കാണ്. ഓണം സമയത്താണ് ഞങ്ങൾ വന്നത്. 1800 തന്നു. അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പോലെ ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മറ്റ് യാത്രാവിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും പുതിയൊരു വീഡിയോയിൽ വീട്ടിൽ കാണാം. ബൈ.